മനോഹരമായ വഴിത്താരയിലൂടെ ഓസ്ട്രിയയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കടക്കുന്ന രംഗങ്ങളാണ് നമ്മളിനി കാണുന്നത്. വളരെ മനോഹരമായ സ്വിറ്റ്സർലൻഡിലെ ഷ്വെൻഡയിലൂടെയുള്ള യാത്രയാണിത്. രാവിലെ നല്ല വിശപ്പുണ്ട്. എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയാലേ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നല്ല മഴ തകർത്ത് പെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ കാടുകൾ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം. വരയാടുകളൊക്കെ ഒരുപാടുണ്ട്, മാനുകളുണ്ട്, മുയലുണ്ട്, കാട്ടുമുയലൊക്കെ ഒരുപാടുണ്ട് ഈ റൂട്ടിൽ. അങ്ങനെ ഒരുപാട് പച്ചിലകൾ തളർത്ത് നിൽക്കുന്ന ചെങ്കുത്തായ പാറകളും ആൽപ്സ് പർവ്വതത്തിൻ്റെ എല്ലാം കാണാൻ പറ്റുന്ന ഒരു പ്രദേശം. വഴിയിലെല്ലാം നിറയെ പലതരത്തിലുള്ള ജീവജാലങ്ങളെ കാണാൻ കഴിയും. വളരെ മനോഹരമായ സ്വിറ്റ്സർലൻഡിലെ ഒരു ലേക്ക്. അപ്പോൾ ഞങ്ങൾ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വണ്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്, വണ്ടി ഒന്ന് മാറ്റിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു ലേക്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. 200 ഫ്രാങ്ക് മുതൽ 1000 ഫ്രാങ്ക് വരെ ഫൈനാണ്. ഈ തടാകത്തിൽ ഇറങ്ങുകയോ ഈ വല്ലത്തിൽ എന്തെങ്കിലും രീതിയിൽ ഇറങ്ങുകയോ ഇത് ബ്രീച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിലുള്ള ഫൈനാണ്. വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ചുറ്റുപാടുമുള്ള ആൽപ്സ് പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് വെച്ച് തന്നെ ഞങ്ങൾ ഒരു കപ്പ് കോഫിയും സ്നാക്സൊക്കെ അകത്താക്കി വഴിയിൽ വെച്ച് തന്നെ ഞങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ നല്ല കോഫി ഇട്ട് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് വന്നത്. ഈ മലയെല്ലാം കയറി ഏറ്റവും മുകളിലുള്ള ഒരു പാർക്കിൽ വേണം ഞങ്ങൾക്കിന്ന് ഡെസ്റ്റിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ വേണം ഞങ്ങൾക്കിന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് വെച്ച് തന്നെ ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് മനോഹരമായ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ആൽപ്സ് പർവ്വതം കയറാൻ തുടങ്ങി. ഞങ്ങളുടെ ജൈത്രയാത്രകൾ തുടരുകയാണ് സ്വിറ്റ്സർലൻഡിലേക്കുള്ള. അപ്പോൾ ആദ്യപടിയൊന്നും ഞങ്ങൾ വന്ന വഴിക്ക് ഷ്വെൻഡയിൽ പോയതിന് ശേഷം ഞങ്ങൾ വേറെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താങ്കൾ വഴിയിൽ കണ്ട ആ ഒരു വെള്ളച്ചാട്ടമാണ്. വഴിയിലെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടമാണ്, ഫ്രീ ആയിട്ട് കിടക്കണം. കണ്ട മനോഹരമായ വെള്ളച്ചാട്ടം. അടിപൊളി അല്ലേ? അവിടെ കേട്ടോ കട അവധിയുള്ള ഒരു സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രഷ് വാട്ടറിൻ്റെ ലഭ്യത കുറവായതിനാൽ ഞങ്ങളുടെ കയ്യിലുള്ള ചോറ് വയ്ക്കാനുള്ള അരി കഴുകുന്നതിനെ പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അരി കഴുകാനുള്ള വെള്ളവും ആ സൈഡിൽ പോയി കഴുകാമല്ലോ എന്ന് കരുതിയാണ് ഇരുന്നത്. പക്ഷേ ഞങ്ങൾ വേറെ ഒരു നല്ല ഡെസ്റ്റിനേഷൻ ഫൈൻഡ് ചെയ്യുകയും ഞങ്ങൾ അവിടെ നിന്ന് ചോറൊക്കെ വെച്ച് കഴിക്കുകയൊക്കെ ഉണ്ടായി. അത് പിന്നെ കാണാം. ആരിതാണ് സ്വിറ്റ്സർലാൻഡ്. അല്ല, ഈ ഒരു വെള്ളമാണ് അവിടെ പോയി നിറയുന്നത് കേട്ടോ. ആ ഒരു ലേക്കിൽ പോയി നിറയുന്നത്. അപ്പോൾ ഈ ഒരു ലേക്കിൽ വരുന്ന വെള്ളം എന്ന് പറയുന്നത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്നത്. മനോഹരമായ സ്വിറ്റ്സർലൻഡിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ ഏകദേശം 7 മണി 8 മണിയാവാറായി രാത്രി. സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ് കേട്ടോ. അവിടെ ഒരു ലേക്ക്, അങ്ങനെ മനോഹാരിതയാണ് കേട്ടോ. ഫുള്ള് സംഭവം ജോറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്കൊരു കാര്യം പറയാം. ഇതാണ് ടൊയോട്ടയുടെ CHR. മമ്മൂക്കയുടെ BAU 369 നമ്പറിനാണ് നമ്മുടെ CHRൻ്റെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത്. CHR ഉണ്ടോ? വളരെ അടിപൊളി ബോഡി ലൈനുകളുള്ള ഒരു വണ്ടിയാണ് CHR. കണ്ടില്ലേ? ടൊയോട്ടയുടെ ഉഗ്രം വണ്ടിയാണ് CHR. കിടക്കാച്ചി 2 ലിറ്റർ എഞ്ചിൻ ഹൈബ്രിഡ്, സെയിം സ്പെക്ക്, ബ്ലൂ കളർ ബാഡ്ജ്. കണ്ടില്ലേ? ഇതിപ്പോൾ നമ്മൾ തണുപ്പായതുകൊണ്ട് അങ്ങനെ. ഇത് 786 എൻ്റെ വണ്ടി. ഇതും സെയിം എൻജിൻ തന്നെയാണ്, 2 ലിറ്റർ എൻജിൻ സ്പെക്ക്, ഹൈബ്രിഡ്, ഫുൾ ഹൈബ്രിഡ്. ഇത് ഈ ഒരു സ്വിറ്റ്സർലൻഡിലെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ കൂടി ഞാൻ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഹൈബ്രിഡ്, ജർമ്മനിയിലെ ഹൈബ്രിഡിനെ സംബന്ധിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും കിട്ടുമല്ലോ. അങ്ങനെ
ഇപ്പോൾ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു ഇതാണ് കേട്ടോ. പോകുന്ന വഴികളിൽ വീണ്ടും ഞങ്ങളിങ്ങനെ വെള്ളത്തിൻ്റെ ചാലുകളൊക്കെ കാണാനിടയായി. നമ്മളാ നിന്ന ആ ഒരു വെള്ളത്തിൻ്റെ തടാകം ഉണ്ടല്ലോ, അവിടേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന് പല കൈവഴികളുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു വാട്ടർഫാൾസ് അവിടെ നിന്ന് കാണുന്നു. അത് കഴിഞ്ഞിട്ട് താണ്ടെ ഇവിടെ കണ്ടില്ലേ, വേറെ ഒരു വെള്ളത്തിൻ്റെ ചാലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ് കേട്ടോ. വളഞ്ഞും പുളഞ്ഞും കഴിഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഏകദേശം ആൽപ്സ് പർവ്വതത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിൻ്റെ ആൽപ്സ് പർവ്വത നിരകൾ ഐസ് മൂടി കിടക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്, ടോപ്പ്. അങ്ങനെ നമ്മളിവിടെ എത്തിച്ചേർന്നാടാ. സ്വിസ് വൈകുന്നേരം നമുക്ക് എല്ലാ ദേശീയ പതാകകളും താഴ്ത്തണം എന്നുള്ള നിയമമുണ്ട്. അത് നമുക്ക് താഴ്ത്തിയിട്ടിരിക്കുന്നുണ്ട് അവർ. സൺസെറ്റ് ആയി കഴിഞ്ഞാലേ അവിടെ കയറി വരുന്നുണ്ട്. അതത് ഇത്രയും ഉയരത്തിൽ നമ്മൾ എത്തി. ഞങ്ങളുടെ കാറുകൾ ദാണ്ടെ കാണിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഹൈബ്രിഡിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഹൈബ്രിഡ് 2 വണ്ടികളും ഒരേ സ്പെക്കിലുള്ള എൻജിൻ കപ്പാസിറ്റിയിലുള്ള വണ്ടി, രണ്ടും ഒരേ ഫുൾ ഹൈബ്രിഡ് വണ്ടിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എന്താ പറയുക, ഇപ്പോൾ ഗിലിയ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റും പാർക്കിങ്ങിനുമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. താഴെ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്താ പറയുക, വാട്ടർഫാൾസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പെട്രോൾ നിറയ്ക്കണം. ഇന്നലെ രാത്രി മുതൽ ഓടാൻ തുടങ്ങിയതല്ലേ കളിയാ. മുവോട്ടാസ് എന്ന് പറയുന്ന മുറാഗിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. എക്സാക്റ്റ് നമ്മൾ പറയണ ലേ ലഡാക്കിനെക്കാട്ടിയും സൂപ്പറാണ്. നമ്മൾ സ്വന്തം രാജ്യത്തൊന്നും പറയത്തില്ല, പക്ഷേ എങ്കിൽ അതേപോലത്തെ ഒരു സംഭവമാണ്. ചുറ്റുപാടൊന്ന് കാണിച്ചു. ചുറ്റുപാട് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഗ്ലാസ് കൂടി എടുത്തേക്കാം. കംപ്ലീറ്റ് ഒരു 3Dയിൽ കാണിക്കാൻ പറ്റും എനിക്ക്. ആ മേളെല്ലാം കാണിച്ചു കൊടുക്കണം. കംപ്ലീറ്റ് എങ്ങോട്ട് നോക്കിയാൽ കണ്ടോ. ഒഴുകുന്ന വെള്ളം ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ മനോഹരമായ സ്വിറ്റ്സർലൻഡിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ ഫുൾ ഫ്യൂൽ നിറച്ചിട്ടാണ് വന്നത്. ജർമ്മനിയിൽ നിന്ന് ഞങ്ങൾ ബാംബർഗിൽ നിന്നാണ് താമസിക്കുന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ നിറച്ചിട്ട് വന്നത്. ഇന്നലെ രാത്രിയാണ് നിറച്ചത്. അപ്പം ആ നിറച്ച ഫ്യൂൽ എന്ന് പറയുന്നത് E10 നിറച്ചത്. ഇതിന് വേണ്ടുന്ന ആക്ച്വൽ ഒക്ടൈൻ എന്ന് പറയുന്നത് 98 ആണ് ഒക്ടൈൻ വേണ്ടത്. കാരണം 2000 cc ഹൈ കംപ്രഷർ എഞ്ചിനാണ് ഇതിനുള്ളത്. അപ്പോൾ നിറച്ച എണ്ണ എന്ന് പറയുന്നത് E10 ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്ത് E10 നിറച്ചു? ഒക്ടൈൻ 95 ആണ് E10. അത് കണക്ക് തന്നെ സൂപ്പർ E5 ഉണ്ട്. അത് 5% എഥനോൾ. ഇത് നിറച്ചിരുന്നത് E10 എന്നാണ്. അതായത് എഥനോൾ ആൽക്കഹോൾ 10% ഉള്ളത്. പക്ഷേ ഇത് രണ്ടുമല്ല ഞാൻ ആക്ച്വലി നമ്മുടെ കമ്പനി ഹൈലി അഡ്വൈസ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 98 to 100 ഒക്ടൈനുള്ള E5 കാറ്റഗറി, അതായത് എഥനോൾ 5%ൽപ്പെട്ട ഒക്ടൈനിൽ വ്യത്യാസമുള്ള ഒരു എണ്ണയാണ് 98 എന്ന് പറയുന്ന ROZ, അതായത് റിസർച്ച് ഒക്ടൈൻ സാലുങ് അതിൽപ്പെട്ട 98 ഉള്ള ഒക്ടൈനിലുള്ള പെട്രോൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സാധാരണ നിറയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ നിറച്ചത് പറഞ്ഞാൽ ഫുള്ള് E10 ആണ് നിറച്ചത്. E10ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റേസിംഗ് കാറുകൾക്കെല്ലാം E85 യൂസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ഈ ആൽക്കഹോള് കൂടുമ്പോഴുള്ള പവർ കൂടും. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഹൈ കംപ്രഷനുള്ള എഞ്ചിൻ ആയതുകൊണ്ട് ഈ ആൽക്കഹോള് കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് ഈ ഒക്ടൈൻ പോലെ തന്നെ നമുക്ക് ഒക്ടൈൻ 98 100 പോലെ തന്നെ നമുക്ക് ഈ ആൽക്കഹോൾ നമുക്ക് എഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ E10 ഉപയോഗിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് തിരിച്ചു പോകുമ്പോൾ നമ്മൾ E10 നിറയ്ക്കത്തില്ല. കാരണം ഫുള്ള് E5ൻ്റെ 98 ഒക്ടൈൻ ഉള്ള ആ ഒരു പെട്രോൾ ടോപ്പ് വരും, 2 കുറയ്ക്കാൻ വേണം. അതാണ് നമ്മൾ തിരിച്ചു പോകുന്നത് നടക്കുന്നത്. കാരണം നമ്മളിത് വണ്ടി ഇപ്പോൾ ഇന്ന് അടിച്ച ഫ്യൂൽ ഇന്ന് തന്നെ ഞാൻ കത്തിച്ചളയും, ഇന്നോ നാളെയായിട്ട് കത്തിച്ചളയല്ലേ. അപ്പോൾ ഇതിനകത്ത് ഫ്യൂവലിന് പ്രശ്നം വരും. കാരണം ഇത് നമ്മൾ മോർ ദാൻ ഇത്ര വീക്സിന് മേളിൽ സ്റ്റോർ ചെയ്ത് നമ്മൾ ടാങ്കിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവും, റബ്ബറൊക്കെ നശിക്കും, ഫ്യൂൽ ലൈൻ ഡാമേജ് ആവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ പവർ ലോസ് ഉണ്ടാവും, മൈലേജിന് ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്യൂൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട്
ബ്രിട്ടീഷ് പെട്രോളിയത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നല്ല കോസ്റ്റാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. ഇവിടെ ഈ ടൺ കിട്ടുമെങ്കിൽ ഈ ടണ്ണിൽ ഇറങ്ങി ഇല്ലെന്നുണ്ടെങ്കിൽ, കാരണം ഈ ടണ്ണിന് നല്ല ഈ ടണ്ണിന് ടോപ്പായിട്ട് 9 യൂറോ വ്യത്യാസമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഇതൊരു ഹൈ കംപ്രഷൻ, പക്ഷേ ഇതൊരു ലോ കംപ്രഷൻ എഞ്ചിൻ ആണെങ്കിൽ ഇത് ഒരിക്കലും ഈ ടൺ ഇറക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് പവർ ലോസും ഉണ്ടാവും. പവർ ലോസ് മാത്രമല്ല, മൈലേജ് ഒട്ടും കിട്ടത്തില്ല. അവസാനം പിന്നെയും ഇടയ്ക്ക് വെച്ച് 2 തവണ ഫ്യൂൽ ഫിൽ ചെയ്യേണ്ടി വരും. അതേസമയം മറ്റേ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 യൂറോയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ 5 തന്നെ ഫില്ല് ചെയ്താൽ മതിയാവും. You have arrived at BP. The route guidance is now finished. നമ്മളെ GR സ്പോർട്സ് പോലെ GR 98229 വേസ്റ്റ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ അല്ലല്ലേ ഞാൻ പറഞ്ഞതാ. ഇതേ കടലിലെ അഴുക്ക്, അതായത് ഇതിലുള്ള എന്തെങ്കിലും അഴുക്കുകൾ എന്തെങ്കിലും സൈഡിൽ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട്, അതായത് നമ്മളെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നറിയോ, നദിയായി ഒരു പോസ്റ്റ് കാണേണ്ടതായി നദിയായി കണക്കാക്കുന്നവരും നദിയെ ഒരു എന്താ പറയുന്ന ഒരു പുണ്യസ്ഥലമായിട്ട് കാണുന്നതുമായിട്ടുള്ള വ്യത്യാസം. നദിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കണക്ക് ക്ലീൻനെസ് ആയിട്ട് കിടക്കും. പുണ്യസ്ഥലമായിട്ട് കാണുന്നിടത്ത് ഇത് കണക്ക് ക്ലീൻനെസ് കാണുമോ? ഇല്ല, എല്ലാം കൊണ്ട് ഡംപിയും. അതാണ് ഇതുണ്ടല്ലേ പുള്ളിയെല്ലാണെങ്കിൽ എല്ലാവരും നല്ല എന്താ പറയുന്നത്, എല്ലാം നല്ല ലീനായിട്ട് സൂക്ഷിക്കുന്ന. പോവാം. ഇത് ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. ഇതിന് മുമ്പിൽ നോക്കേ, വണ്ടിയുടെ പോയി പാവയ്ക്ക് ഇരിക്കുന്നുണ്ടോ? അവരുടെ നിന്ന് ഇവിടെ നിൽക്കാമോ? നല്ലതായിരിക്കും, നന്നായിട്ടുണ്ട്. മനോഹരമായ സ്വിറ്റ്സർലൻഡിലെ ഈ ഒരു മുരാഗിൽ ഭാഗത്തു നിന്ന് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. ഞങ്ങൾ ഇതിപ്പോൾ എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേബിൾ കാറുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. രണ്ടാമത്തത് ട്രെയിൻ സർവീസ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ റോഡിൻ്റെ സൈഡിലൂടെയുള്ള ട്രെയിൻ വിസിറ്റ്, അത് ഭയങ്കര രസമുള്ള കാര്യമാണ് കേട്ടോ. അത് ഞങ്ങൾക്ക് ഒരുപാട് മിസ്സായി. അത് കാരണം ഞങ്ങൾ വീണ്ടും തിരികെ ഈ വന്ന വഴി പകുതി ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് ഒരു ഭാഗം കൊണ്ടുവന്ന് അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത രാജ്യത്തേക്കുള്ള ഒരു ബോർഡറാണത്. അത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ സ്വിറ്റ്സർലൻഡ് മാത്രമാണ് ഇത്തവണ കവർ ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വഴി ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പകുതി ദൂരം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന വഴി എത്തേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ ആ ഒരു ആ ഒരു വന്ന വഴിയിലേക്ക് എത്തിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇതൊരു സബ്വേ പോലെ ഞങ്ങൾ വരച്ചിട്ടിരുന്നതായിരുന്നു റൂട്ട് മാപ്പിൽ. അപ്പോൾ അങ്ങോട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതുണ്ട്, ഒരു കഫേ ചേർന്നുള്ള ഒരു പെട്രോൾ പമ്പാണ് ഇവിടെ കാണിക്കുന്നത്. സ്വിറ്റ്സർലൻഡിൽ ഒരു പെട്രോൾ പമ്പാണ്. 100 ഒക്ടൈനാണ് ഇവിടെ ഉള്ളത്. 95 ഒക്ടൈൻ ഉണ്ട്. ബ്ലൈ ഫ്രൈ എന്ന് പറയും പെട്രോളിന്. ബ്ലൈ ഫ്രൈ പെട്രോളാണ്. അതിൻ്റെ എന്താ ബ്ലൈ ഫ്രൈ പെട്രോൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഷെല്ലിൻ്റെയാണ് കേട്ടോ. 100 ഒക്ടൈൻ അങ്ങനെ വളരെ റെയറാണ് ഷെല്ലിൻ്റെത് കേട്ടോ. 100 ഒക്ടൈൻ BMW ബെസ്റ്റാണ്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് 2 യൂറോ 5 സെൻറ്റാണ് വില കേട്ടോ. അല്ലല്ല, സ്വിസ് ഫ്രാങ്ക്. അപ്പോൾ ഏകദേശം അതിലും കൂടും. 2 യൂറോ 2 ഫ്രാങ്ക് 5 സെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കൂടി യൂറോ ഏകദേശം. മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് ട്രെയിൻ അന്വേഷിച്ചു വന്നതാണ്. മനോഹരമായ സ്വിറ്റ്സർലാൻഡിലെ താഴ്വരയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് സീറൻബാഖ് വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ദൃശ്യമാണ്. ഞങ്ങൾ ടെമ്പററി ആയിട്ടുള്ള കുക്കിങ്ങിലാണ്. ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചോറ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോറ് തിളപ്പിക്കുന്നു, പിന്നെ വേറെ കറികളൊക്കെ വെക്കണം. സീറൻബാഖ് ലേക്കിലേക്കുള്ള വഴിയായിരുന്നു. അപ്പോൾ രാവിലെ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ വന്നതിന് ശേഷം അവിടെ നമ്മൾ വീണ്ടും പോവുകയാണ്. അല്ലേ, അടിപൊളിയാണ്. നല്ല തണുപ്പുണ്ട്. ഏകദേശം 10 ഡിഗ്രിക്ക് താഴെയാണ് തണുപ്പ്. നമ്മൾ വണ്ടികളൊക്കെ ഇട്ട് പാർക്ക് ചെയ്തിട്ട്
അവർ കുക്കിങ്ങിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടെമ്പററി ഷെൽട്ടറിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ താഴോട്ട് നോക്കുകയാണെങ്കിൽ ആൽപ്പൻ മൗണ്ടൈനൊക്കെ കാണാൻ പറ്റുള്ളൂ. കാണാണ്ടില്ലേ, അടിപൊളിയാണ്. ഇത്ര ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല ഉയരമുണ്ട്. അല്ലെ അരി കഴിവാണോ? അതെ. നല്ല വെള്ളം കളിയാ. ഈ ഒരു യാത്രയ്ക്ക് ഞങ്ങൾക്ക് കടലുറപ്പുള്ള ഒരു മനുഷ്യൻ്റെ ആവശ്യവും കൂട്ടും ഉണ്ടായിരുന്നു. അത് സനുവാണ്. ഇപ്പോൾ ഈ ഒരു അരിയൊക്കെ കണ്ടില്ലേ, ഇത് 3 ഡിഗ്രി തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ഏകദേശം 0 ഡിഗ്രി ഐസാണ്, ഐസ് ഉരുകുന്ന വെള്ളമാണിത്. അപ്പോൾ ഏകദേശം 3-4 ഡിഗ്രി തണുപ്പുള്ള വെള്ളത്തിലാണ് പുള്ളിക്കാരൻ നമുക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള അരി തിളപ്പിക്കുന്നത് കേട്ടോ. അരി തിളപ്പിക്കാനുള്ള അരി കഴുകുന്നത് ആക്ച്വലി. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് സമയം ഞാൻ അരിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിഞ്ഞതെല്ലാം ബട്ടറിലായിട്ട് കഴുകാൻ വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. ആ ഒരു കൈ വെച്ചുകൊണ്ട് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി എന്തുമാത്രം ടെമ്പറേച്ചറാണിതെന്ന്. ആക്ച്വലി ഞാൻ മുമ്പേയും എനിക്ക് ക്യാമ്പിലും ടെൻറ്റിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് എനിക്ക് വെള്ളമൊക്കെ സ്ട്രീംസിൽ നിന്നൊക്കെ എടുത്ത് കഴുകാറുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ ഒഴുക്ക് വെള്ളമായിരിക്കണം, നല്ല സ്ട്രീമിൽ നിന്ന് നല്ല ഒഴുക്കുള്ള വെള്ളം മാത്രമേ നമ്മൾ എടുക്കാവൂ. ഇല്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും എടുത്ത് കുക്ക് ചെയ്യാനോ ഒന്നും ഉപയോഗിക്കരുത്. അഥവാ കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം യൂസ് ചെയ്യുന്ന എല്ലാം എന്ന് പറയുന്നത് കുപ്പിയിലുള്ള വെള്ളമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കയ്യിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ഉള്ളത് കാരണം തന്നെ ഈ ഒരു ഭയങ്കരമായിട്ട് മരവിച്ച് ആകെ ഒരു വിഷമത്തിലാക്കിയിരുന്നു. എങ്കിലും ഞാനത് പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഹീറ്റർ ഓണാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ റിക്കവറായി. ദൈവത്തിന് നന്ദി. ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുമുള്ള പ്രയറിനുള്ള സമയമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് നമുക്ക് പ്രയറിന് ആവശ്യമുള്ള സ്നാനമെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ തന്നെ നമസ്കരിക്കാനുള്ള ദിശയെല്ലാം നിർവഹിച്ച് ഞാനങ്ങനെ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഫുഡിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഫുഡിന് വേണ്ടിയിട്ട് വിളിക്കാൻ നേരത്ത് ഞാൻ മല മേളിലോട്ട് കയറി. ഞാൻ നേരെ മല കയറുന്ന വീഡിയോ ആണ് അടുത്ത് കാണിക്കുന്നത്. അതിന് മുമ്പ് ഒരു കമൻറ്റ്. ടെൻഷനോ സമ്മർദ്ദമോ എന്തെങ്കിലും ഉണ്ടോ? മാനസികമായിട്ട് എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊരു 10 നിമിഷം പോട്ടെ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇതേപോലെ ഒരു അന്തരീക്ഷത്തിൽ വന്ന് ഇരുന്നാൽ മതി. ജസ്റ്റ് നിങ്ങൾ കുളിക്കുകയെന്ന് അറിയിക്കൊന്നും വേണ്ട. ഇവിടെ വന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുക, മനസ്സടച്ച് പ്രാർത്ഥിക്കുക. ഇതേപോലെ ഒരു പ്രകൃതി രമണീയമായ ഏതെങ്കിലും ഒരു വാട്ടർഫാൾസിൻ്റെ സൈഡിലോ പുഴയുടെ വക്കത്തോ പോയി ഇരിക്കുക. പുഴയെ കുളിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഇതേപോലെ എന്തെങ്കിലും ഒന്ന് ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മനസ്സിനെ നല്ല അധികം റിലാക്സ് ചെയ്യുന്ന ഒരു ഘടകമാണ് കേട്ടോ. ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഉറക്കം വരും. മനോഹരമായ സ്വിറ്റ്സർലൻഡിൻ്റെ കരയിലാണ് നമ്മൾ. സ്വിറ്റ്സർലൻഡിൻ്റെ കരയല്ല, സ്വിറ്റ്സർലൻഡ് നമ്മൾ എന്താ പറയുക, സീറം ബാക്ക് ലേക്കിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഞാനൊരു വഴിയിൽ കണ്ടൊരു പുഴയാണ്. ഈ പുഴയുടെ കരയിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെ കേട്ടോ. നല്ല രസമാണ്. മേളിൽ ടെൻ്റടിച്ച് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. കാണണോ നിങ്ങൾക്ക്? ഞാൻ ഈ മല അങ്ങോട്ട് ഒന്ന് കയറിയാൽ മതി. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഞാൻ മല കയറാൻ പോവാം. നമ്മൾ ഏകദേശം കെയർഫുള്ളായിട്ട് കയറി ചെന്നാൽ മതി. തലയിറക്കമുള്ളവരൊന്നും വരരുത് കേട്ടോ. ഇങ്ങനെയുള്ളൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഒന്നും എടുക്കരുത്. മുകളിൽ ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ, ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കുക്കിംഗ് സ്റ്റോമാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹാരിത വളരെ വിവരിക്കാനാവാത്ത ഒന്നാണ്. പോകാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്റ്റോം പോലെ വരുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഐസ് ഇങ്ങനെ താഴോട്ട് പെയ്യുന്നുണ്ട്. നന്നായിട്ട് കല്ല് പോലെ ശക്തമാണ്. കാരണം കല്ല് പെയ്യുന്ന പോലെ എന്താ പറയുക, സ്നോ പെയ്യാനുള്ള ആ ഒരു തുടക്കം കൊണ്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്.
അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞങ്ങൾ. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പാക്കപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിക്കാൻ. ചോറയാണോ മേഘമാണോ? രണ്ടും ഉണ്ടല്ലേ. മൂന്ന് ടയറുകൾ ഒരുമിച്ച് വരുന്നുണ്ടോ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ഓട്ടോബാൻ, അതായത് എക്സിറ്റ് ചെയ്തു. മെയിൻ റോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പാർക്കിംഗ് കാണാൻ പറ്റി. ഇതാണ് വാലൻസി. വാലൻസിയുടെ മനോഹാരിത നിങ്ങൾ കാണാം. സ്വിറ്റ്സർലൻഡിലെ വാലൻസിയുടെ മനോഹാരിതയാണ് നമ്മളിവിടെ കാണുന്നത്. വാലൻസിയുടെ മൗണ്ടൈൻ ടോപ്പിലുള്ള ആ ഒരു എന്താ പറയുക കോടയാണ് കാണുന്നത്. ആൽപ്സിൻ്റെ കോടയും താഴെ മനോഹരമായിട്ടുള്ള വിശാലസുന്ദരമായ ഒരു എന്താ പറയുക ഒരു പുൽമേടുകളും പച്ചപ്പരവതാനി പിടിച്ച പുൽമേടുകളും കുറേ വീടുകളും കണ്ടില്ലേ, ഫാംസുകളും. എന്തോ അവിടെ ക്രൂസൊക്കെ പോകുന്നുണ്ട്. എന്തായാലും മനോഹാരിത തന്നെയാണ് കേട്ടോ. വാലൻസിയിൽ നിന്നും തിരിച്ച് ഞങ്ങൾ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ് വരുന്നത്. ആ ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു വഴികളും കാര്യങ്ങളും 15 മിനിറ്റ് ഒരു സൈഡ് ഏകദേശം 7 മിനിറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള റോഡുകളെ പറ്റിയുള്ള ഒരു വലിയ വിവരണവും ഒക്കെ ആയിട്ട് അടുത്ത വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ സ്വിറ്റ്സർലൻഡ് പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 1 കണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും തന്നെ റോൾസ് റോയ്സിൻ്റെ വീഡിയോ കണ്ടു. ഒരുപാട് പേര് 500 മേൽ കണ്ടു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളിത് കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മെട്രോ മറൈൻ മാനിയ. ജയ് ഹിന്ദ്.